ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക പ്രയാസമാണ്, സമ്മർദ്ദമാണ്. ഇനി എനിക്ക് ഭക്ഷണമൊന്നും തീരെ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ തന്നെ ഇനി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നല്ലോ എന്നുള്ള രണ്ട് ചിന്തകളും അതിൽ നിന്നുണ്ടാവുന്ന ടെൻഷനുകളും, ആ ടെൻഷൻ കാരണം തന്നെ വീണ്ടും ഷുഗർ കൂടുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ദിവസത്തിലുള്ള ആഹാര രീതി. ഇതിൽ നിഷ്ഠ പാലിക്കുകയാണെങ്കിൽ, കൃത്യത പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഡോക്ടർ ഹിഷാം ഹൈദർ, വണ്ടൂർ. ഇന്ന് ഡയബറ്റീസ് പ്രമേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു എപ്പിസോഡ് എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രമേഹ രോഗി ഒരു ദിവസം കഴിച്ചിരിക്കേണ്ട ആഹാരത്തെക്കുറിച്ച്, ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ച്, ഒരു ഡയബറ്റിക് ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ആഹാര രീതി അനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്, ഒരു ആഹാര രീതിയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ ഒരു പ്രമേഹ രോഗിയാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക പ്രയാസമാണ്, സമ്മർദ്ദമാണ്. ഇനി എനിക്ക് ഭക്ഷണമൊന്നും തീരെ കഴിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ തന്നെ ഇനി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നല്ലോ എന്നുള്ള രണ്ട് ചിന്തകളും അതിൽ നിന്നുണ്ടാവുന്ന ടെൻഷനുകളും, ആ ടെൻഷൻ കാരണം തന്നെ വീണ്ടും ഷുഗർ കൂടുകയും ചെയ്യുന്നു. ഇനി അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, പൂർണ്ണമായിട്ട് ആഹാരം ഒഴിവാക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ആഹാരം കഴിക്കുന്നതിലൊരു മിതത്വം പാലിക്കുകയും ആ ആഹാരത്തിന് ചിട്ട ഉണ്ടാക്കുകയും സമയക്രമം പാലിക്കുകയും കഴിക്കേണ്ട രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയുമാണ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നാം കഴിക്കുന്നത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, പിന്നെ ഒന്ന് ഡിന്നർ, അതിന് ഇടയ്ക്കുണ്ടാവുന്ന സ്നാക്സ്. ഇതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും പ്രധാനമായി ഓരോ ഭക്ഷണവും കഴിക്കുമ്പോൾ അതിന് കൃത്യസമയത്തായിരിക്കണം, നിശ്ചിത സമയത്ത് ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് 8 മണിയോടുകൂടി കഴിക്കണം, മാക്സിമം ഒരു ലേറ്റ് ആയാൽ 9 മണി വരെ, 8 to 9 മണിയാവുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് പലതര രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം കഴിക്കുന്നവരുണ്ടാവാം. അതിൽ ഇഡ്ഡലി ആണെങ്കിൽ ഒരു 4 ഇഡ്ഡലിയൊക്കെ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ 4 ഇഡ്ഡലി വരെ കഴിക്കാം. അതിലേക്ക് സാമ്പാർ ഉപയോഗിക്കാവുന്നതാണ്. സാമ്പാർ ആകുമ്പോൾ എല്ലാ തരം പച്ചക്കറികളും അരിഞ്ഞിട്ടുള്ള സാമ്പാർ, കൂടുതൽ കഷ്ണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഇഡ്ഡലി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അതല്ല പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ട് കഴിക്കാവുന്നതാണ്. ആ പുട്ടിലേക്ക് ആ ഒരു കഷ്ണം പുട്ടിൻ്റെ അത്ര ക്വാണ്ടിറ്റി തന്നെ ഉള്ള കടല കഴിക്കണം. അതുപോലെ അല്ലെങ്കിൽ അത്ര തന്നെ ക്വാണ്ടിറ്റി ഉള്ള ചെറുപയർ കഴിക്കാം. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വിശപ്പ് മാറാനുള്ള ആഹാരവുമായി അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ കണ്ടന്റും ഒക്കെ ആവുന്നതോടുകൂടി നമുക്ക് അധികമായിട്ടുള്ള പുട്ടിൻ്റെ ആവശ്യവും അവിടെ വരികയും ചെയ്യുന്നില്ല. പുട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി അതല്ല ദോശയാണെങ്കിൽ ദോശയുടെ സൈസോ വലിപ്പമൊക്കെ അനുസരിച്ച് 2 ദോശ അല്ലെങ്കിൽ ഒരു 3 ദോശ നമുക്ക് കഴിക്കാവുന്നതാണ്. ആ ദോശക്ക് ആ 2 ദോശയുടെ അളവിൽ തന്നെ കടല കഴിക്കണം. അല്ലെങ്കിൽ സാമ്പാറാണെങ്കിൽ ഒരു ഈ കഷ്ണങ്ങൾ, എല്ലാ കഷ്ണങ്ങളും ചേർത്തുണ്ടാക്കിയ കഷ്ണങ്ങളൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള ഈ ദോശയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അതല്ല ബ്രെഡ് കഴിക്കുന്ന ആളുകളുണ്ടാവും, വല്ലപ്പോഴും ബ്രെഡ് കഴിക്കുന്ന ആളുകളുണ്ടാവും. സാധാരണ ബ്രെഡിൽ നിന്ന് മാറിക്കൊണ്ട് ബ്രൗൺ ബ്രെഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലേക്ക് 1-2 മുട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓംലെറ്റും ചേർത്ത് നമുക്ക് ആഹരിക്കാവുന്നതാണ്. ഇതിങ്ങനെയൊക്കെ കഴിക്കുന്നത് നമുക്ക് വിശപ്പ് മാറുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാവണം. ഒരു ദിവസത്തെ ആഹാരത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാ ആളുകളും കഴിക്കേണ്ടത്. ആഹാരം എപ്പോഴും കുറയാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇത്തരത്തിലുള്ള പച്ചക്കറികളും സലാഡ്സും കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്നത്. ഇനി ലഞ്ചിന് മുന്നോടിയായിട്ട് സ്നാക്സ് കഴിക്കുന്ന ആളുകളുണ്ടാവാം. ആ സ്നാക്സ് ഒരു 11 മണിക്കൊക്കെ സ്നാക്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചായ കുടിക്കാം. ചായയിൽ ഷുഗർ ഒഴിവാക്കിയിട്ടുള്ള ചായ, ഒരു ദിവസം 1-2 ഗ്ലാസ് വരെ ചായ ഒരാൾക്ക് കുടിക്കാവുന്നതാണ്. മധുരം തീരെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എണ്ണക്കടികൾ, പലഹാരങ്ങളൊക്കെ ഈ സ്നാക്സിൻ്റെ സമയത്ത് ഒഴിവാക്കുക. പരമാവധി ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ. അതുപോലെ തന്നെ റസ്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനി ഓഫീസിലൊക്കെ പോകുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ കക്കരിക്ക പോലെയുള്ള സലാഡ്സ് ഒക്കെ ഈ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് ലഞ്ചാണ്. ലഞ്ച് കഴിക്കുന്നത് കൃത്യമായിട്ട് 1 മണിയോടുകൂടി തന്നെ ലഞ്ച് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതുണ്ട്. ലഞ്ചിൽ സാധാരണ നാം ഉപയോഗിക്കുന്ന വെള്ള അരിക്ക് പകരമായിക്കൊണ്ട് മട്ട അരി, ബ്രൗൺ റൈസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ മറ്റതിനെ അപേക്ഷിച്ച് ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ട് ഉള്ളത് കൊണ്ട് അത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ബ്രൗൺ റൈസ്, മട്ട അരി കഴിക്കുന്ന ആളുകൾ ഒരു കോരി ചോറ് കഴിക്കാവുന്നതാണ്. അതിലേക്ക് സാമ്പാർ, എല്ലാതരം പച്ചക്കറികളും അരിഞ്ഞിട്ടുള്ള സാമ്പാർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളും ഉപ്പേരികളും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഫിഷ് കറി, ചിക്കൻ കറിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പൊരിച്ചത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. പൊരിച്ചതായിട്ടുള്ള കൂടുതൽ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക. കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള
പയറുവർഗ്ഗങ്ങൾ കൊണ്ടുള്ളത്, പച്ചക്കറികൾ കൊണ്ടുള്ളത്, അതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഒരു കോരി ചോറ് വിശപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ചോറ് കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സലാഡ്സ് അഥവാ എളുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കക്കരി, ഒരു ഹാഫ് കഷ്ണം കക്കരി എടുത്ത് ആദ്യം കഴിക്കുക. അതിനുശേഷം ഈ ഒരു കോരി ചോറും അതിലേക്ക് ഈ പച്ചക്കറികളും ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉള്ള ഈ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇതാണ് നമ്മളൊരു ദിവസത്തെ ലഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിശപ്പ് മാറുന്ന രീതിയിലുള്ള ഒരു ലഞ്ച് ആയിരിക്കുകയും ചെയ്യും. ഇനി അതിനുശേഷം ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ മധുരമില്ലാത്ത ഒരു ഗ്ലാസ് ചായ കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ കക്കരിക്ക പോലെയുള്ള സലാഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റോ റസ്കോ മറ്റോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡേറ്റ്സ്, നെഡ്സൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ബദാം പോലെയുള്ള നെഡ്സ് നമുക്ക് വളരെ 5-6 നെഡ്സൊക്കെ അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഡിന്നറാണ്. പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഭക്ഷണ രീതി സാഹചര്യമൊക്കെ അനുസരിച്ച് ഉച്ചക്കുള്ള കറികളൊക്കെ തന്നെ ആയിരിക്കും രാത്രിക്കും ഉണ്ടാവാറുള്ളത് പൊതുവെ. അങ്ങനെയാണെങ്കിൽ ആ കറി തന്നെ ഉപയോഗിക്കാം. ഉച്ചക്ക് സാമ്പാർ ആണെങ്കിൽ ആ സാമ്പാർ തന്നെ നമുക്ക് രാത്രി ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 3 ചപ്പാത്തി, സൈസ് അനുസരിച്ചിട്ട് 2-3 ചപ്പാത്തി നമുക്ക് കഴിക്കാം. അതിലേക്ക് കുറച്ച് സലാഡ്സ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ, ഈ പറഞ്ഞ സാമ്പാറിൻ്റെ കുറേ കഷ്ണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സലാഡ്സൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ല എങ്കിൽ മറ്റൊന്നും എപ്പോഴും ഒന്ന് തന്നെ ആവാതെ മാറ്റി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്സ് ഉപയോഗിക്കാവുന്നതാണ്. മധുരം ചേർക്കാത്ത ഓട്സ് വളരെ നല്ലൊരു ആഹാരമാണ്. ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഓട്സിൽ എന്നുള്ളത്. ഓട്സ് പ്രമേഹ രോഗികൾക്കും മറ്റും എല്ലാം വളരെ നല്ലതായിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നറാണ്. അതുകൊണ്ട് ഓട്സ് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് ഗോതമ്പ് ദോശ ഉപയോഗിക്കാവുന്നതാണ്. സൈസ് അനുസരിച്ച് 2 ദോശയൊക്കെ അല്ലെങ്കിൽ 3 ദോശയൊക്കെ, 2 ദോശയോടുകൂടി ഇതൊക്കെ തന്നെ നമുക്ക് വിശപ്പ് മാറും. അതിലേക്ക് കക്കരിക്കയും അതുപോലെ തന്നെ ഈ സാമ്പാറും കാര്യങ്ങളൊക്കെ മറ്റു പച്ചക്കറികളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആഹാരങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാം. രാഗി കൊണ്ടുള്ള പുട്ടുണ്ടാക്കാൻ രാവിലെ ആണെങ്കിൽ, അതുപോലെ തന്നെ രാഗി കൊണ്ടുള്ള അപ്പവും രാഗി കൊണ്ടുള്ള ചപ്പാത്തി ഒക്കെ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രമേഹമുള്ള ആളുകൾ, ഡയബറ്റീസ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഷുഗറുകൾ വന്ന ആളുകൾ പറയുന്നതാണ്, ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ കഴിയില്ലല്ലോ, ഫ്രൂട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അത് കഴിക്കുന്നതിൻ്റെ അളവുണ്ട്, അതുപോലെ കഴിക്കുന്ന രീതിയുമുണ്ട്. ഫ്രൂട്ട്സ് ജ്യൂസ് ഒരിക്കലും കഴിക്കാൻ പാടുകയില്ല. നമുക്ക് ഫ്രൂട്ട്സിൽ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഇതുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ജ്യൂസ് അല്ല കഴിക്കേണ്ടത്. മധുരം ചേർത്ത ജ്യൂസൊന്നും കഴിക്കരുത്. ഫ്രൂട്ട് അങ്ങനെ വോൾ ഫ്രൂട്ടായിട്ട് ആ ഫ്രൂട്ട് തന്നെയാണ് കഴിക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് ഒരു ദിവസം കഴിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ ആണെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ആപ്പിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഓറഞ്ച് മുസംബിക്ക് ആണെങ്കിൽ ഓരോന്ന് കഴിക്കാം. ഇനി മുന്തിരി ആണെങ്കിൽ ഒരു ദിവസം ഒരു 12-15 ഒരു ആവറേജ് സൈസുള്ള 12-15 മുന്തിരി ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇങ്ങനെ അതുപോലെ കിവി, അവക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ നമുക്ക് ഒന്ന് വെച്ചിട്ട് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ നമുക്കുണ്ടാവുകയില്ല. ഇനി ചെറുപഴം ആണെങ്കിൽ ഒരു ചെറുപഴം കഴിക്കാം. നേന്ത്രപ്പഴം ആണെങ്കിൽ ഒരു അരമുറി നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ഇനി തീരെ ഒഴിവാക്കേണ്ടത്, ആഹാരത്തിൽ തീരെ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആഡഡ് ഷുഗേഴ്സാണ്. ഡയറക്റ്റ് ഷുഗേഴ്സ്, പഞ്ചസാരയാവാം, അല്ലെങ്കിൽ തേന്, ശർക്കര, ഇങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള ഷുഗറുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള മധുരപലഹാരങ്ങൾ, ബേക്കറികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തേണ്ടതുണ്ട്, പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇതാണ് ഒരു ദിവസത്തിലുള്ള ആഹാര രീതി. ഇങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി രാത്രി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ്, കൃത്യമായിട്ടൊരു 9 മണി അല്ലെങ്കിൽ 10 മണിയോട് കൂടി എല്ലാവരും ഉറങ്ങണം. അപ്പോൾ അതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം, രാത്രി ഭക്ഷണം. ഈ ഒരു സമയക്രമങ്ങൾ, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രീതി, അതിൻ്റെ അളവ്, ഇതിൽ നല്ല രീതിയിൽ നിഷ്ഠ പാലിക്കുകയാണെങ്കിൽ, കൃത്യത പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ്, വ്യായാമങ്ങളാണ്. ഏതെല്ലാം തരത്തിലുള്ള വ്യായാമം ചെയ്യാം, എങ്ങനെ ചെയ്യാം, എത്ര ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഈ വ്യായാമത്തെക്കുറിച്ച്, ഈ ഡയബറ്റിക് രോഗി അല്ലെങ്കിൽ പ്രമേഹ രോഗി ശ്രദ്ധിക്കേണ്ട വ്യായാമത്തെക്കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു
GD ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസി സമയത്ത് ഗർഭകാലത്തുണ്ടാവുന്ന പ്രമേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയും അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ടോ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.